സ്ഥിര നിക്ഷേപങ്ങൾ, മാസത്തവണകൾ എന്നിവയ്ക്ക് ഏറ്റവും ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ അംഗീകൃത സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. UDF രാജ്യസഭാ സ്ഥാനാർത്ഥി ഹാരിസ് ബീരാൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ സന്ദർശിച്ചു. പലതവണ പാണക്കാട് എത്തിയിട്ടുണ്ടെന്നും ഇത്തവണത്തെ സന്ദർശനത്തിന് ഔദ്യോഗിക സ്വഭാവമുണ്ടെന്നും ഹാരിസ് ബീരാൻ പറഞ്ഞു. നീറ്റ് വിഷയത്തിൽ പഴയ സമ്പ്രദായത്തിലേക്ക് തിരിച്ചു പോകണമെന്നാണ് ലീഗ് നിലപാട്. നീറ്റ് ഫലത്തിനെതിരെ MSF നൽകിയ ഹർജി ഫയൽ ചെയ്തു. അനുകൂലമായ തീരുമാനം പ്രതീക്ഷിക്കുന്നതായും ഹാരിസ് ബീരാൻ പറഞ്ഞു. ഞാൻ ഏകദേശം 40 വർഷത്തോളമായി ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നു. ആദ്യമായിട്ടാണ് ഇങ്ങനെ ലൈറ്റുകളുടെ സാന്നിധ്യത്തിൽ ഇവിടെ കയറുന്നത്. അപ്പോൾ എനിക്ക് വലിയൊരു അരോചകമായിട്ട് തോന്നി. കാരണം വെച്ചാൽ ഞാൻ ഇവിടുത്തെ നിത്യസന്ദർശകനാണ്. ഞാൻ ഇവിടുത്തെ ഒരു കുടുംബാംഗം പോലെ തന്നെയായിട്ട് ഞാൻ തന്നെ കരുതുന്ന ഒരാളാണ്. പക്ഷേ ഇന്നത്തെ അവസ്ഥയിൽ ബഹുമാനപ്പെട്ട തങ്ങൾ കഴിഞ്ഞ ദിവസം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള ആഹ്വാനം തന്നു. അതുകൊണ്ട് തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. രാജ്യസഭയ്ക്ക് വേണ്ടിയിട്ട് സമർപ്പിച്ചതിന് ശേഷം ആദ്യമായിട്ട് വരുന്ന ഒരു വരവാണിത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇവ കഴിഞ്ഞ 10 വർഷമായിട്ട് എന്തെല്ലാമാണ് ലോക്സഭയിലെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്, ഏത് തരത്തിലുള്ള നിയമങ്ങളാണ് ലോക്സഭയിൽ പാസ്സാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ലോക്സഭയിൽ ആ രീതിയിലുള്ള കരിനിയമങ്ങൾ പാസ്സാക്കുമ്പോൾ എന്തായാലും രാജ്യസഭയിലേക്ക് വരും. ലോക്സഭയുടെ ഒരു ചെക്കായിട്ട് മാറാനുള്ള ഒരു ശ്രമം രാജ്യസഭയിലുള്ള അംഗങ്ങളെല്ലാം കൂടി ഒരു ശ്രമം നടത്തും. ആ ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഞാനും നിൽക്കും എന്ന് മാത്രമാണ് ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത്. നീറ്റിൻ്റെ ഹർജി ഇന്നലെ സുപ്രീം കോടതി പരിഗണിച്ചു. MSF ദേശീയ പ്രസിഡന്റ് അഹമ്മദ് സാജുവാണ് അത് ഫയൽ ചെയ്തിരിക്കുന്നത്. അത് ഫയൽ ചെയ്ത് അതിൻ്റെ കൂടെ തന്നെ വേറെ ഒരുപാട് കേസുകളുമുണ്ട്. അപ്പോൾ ഇപ്പോൾ കൗൺസിലിംഗ് സ്റ്റേ ചെയ്യുന്നില്ല. പക്ഷേ ഇതിനകത്ത് ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു. അപ്പോൾ അത് എക്സാം മൊത്തത്തിൽ ക്യാൻസൽ ചെയ്യണോ അല്ലെങ്കിൽ രണ്ടാമത് റീവാലുവേഷൻ നടത്തണോ എന്നുള്ള കാര്യങ്ങളിലെല്ലാം ജൂലൈ 8 തീയതി കോടതി തുറക്കുമ്പോൾ പരിഗണിക്കാമെന്നാണ് കോടതി പറഞ്ഞത്. ലീഗിൻ്റെ നിലപാട് ഇപ്പോൾ തമിഴ്നാട് പോലത്തെ സംസ്ഥാനങ്ങളെല്ലാം നിലപാടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. നീറ്റിൻ്റെ ആവശ്യം തന്നെ ഇല്ല എന്നുള്ളത്. ഇതിനകത്തുള്ളൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നീറ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു അർബൻ എലീറ്റ് ആയിട്ടുള്ള കുട്ടികൾക്കാണ് അതിനുള്ള കോച്ചിങ്ങിനുള്ള സൗകര്യങ്ങളെല്ലാം കിട്ടുന്നത്. ഗ്രാമത്തിൽ വസിക്കുന്ന കുട്ടികൾക്ക് അതിനുള്ള കോച്ചിങ് ഒന്നും കിട്ടുകയില്ല. മെറിറ്റുള്ള കുട്ടികളാണെങ്കിൽ പോലും നീറ്റിൻ്റെ ഉള്ളിൽ പ്രവേശിക്കാൻ പറ്റുന്നില്ല. കാരണം പ്രത്യേക തരത്തിലുള്ള ഒരു പരീക്ഷയാണത്. അതുകൊണ്ട് തന്നെയാണ് പല സർക്കാരുകളും നീറ്റ് വേണ്ട എന്ന് പറയുന്നത്. പക്ഷേ നേരത്തെ നമ്മൾ കേരളത്തിലൊക്കെ നടത്തുന്ന പോലത്തെ എൻട്രൻസ് പരീക്ഷകളാണെങ്കിൽ കുറച്ചും കൂടി സുതാര്യമായിട്ട്, അതേപോലെ തന്നെ ഈ ഗ്രാമത്തിലേക്കുള്ള കുട്ടികൾക്കൊക്കെ കുറേയും കൂടി അഡ്മിഷൻ കിട്ടാൻ ഉതകുന്ന രീതിയിലുള്ള പരീക്ഷ നടന്നുകൊണ്ടിരുന്നത്. അതിനകത്തേക്ക് തിരിച്ചു പോകണമെന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും നമ്മുടെ എല്ലാവരുടെയും ആവശ്യം. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, പരപ്പൂർ റോഡ്, കോട്ടക്കൽ. ഫോൺ 9946999976. സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ്. മംഗല്യപ്പട്ടിനെന്നും സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ്, മെട്രോ പ്ലാസ, തിരൂർ റോഡ്, കോട്ടക്കൽ.